തൊമ്മൻകുത്ത്. ജാതി യുവർ ഡാഡി. തൊമ്മൻകുത്ത് നോക്കല്ല എന്താ ക്യാമറ. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. നമ്മള് ഇതൊക്കെ കർശനമായിട്ട് നമ്മൾ പാലിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ട 24 പേരിവിടെ ഒഴുക്കിൽ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അപായം ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ വരിക, ഇവിടുത്തെ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞാണല്ലോ അത് പാലിക്കുക, അതനുസരിച്ച് പാലിച്ച് അതനുസരിച്ച് മാത്രം പെരുമാറുക. ചില സ്ഥലത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങരുത്, ചില ഹൈറ്റിലേക്ക് അങ്ങോട്ട് പോരുന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോരുത്. അല്ലാതെ ഇന്ന് കണ്ടായി. കാരണം അല്ലാതെ കാണാനുള്ള ഇഷ്ടം പോലെ ഉണ്ട്. സർക്കാർ നിർദ്ദേശിക്കുന്ന ബോർഡുകളും അതുപോലെ സൈൻ ബോർഡ് കാര്യങ്ങളെല്ലാം പാലിക്കാനുള്ളതാണ്. നമ്മൾ അനാവശ്യമായിട്ട് ചില സ്ഥലത്തേക്ക് ഇറങ്ങരുത്, അല്ലെങ്കിൽ ചില ഹൈറ്റിലേക്ക് കയറരുത്, അങ്ങോട്ട് അവിടെ താഴ്ച കൂടുതലാണ് ഒഴുക്ക് കൂടുതലാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകരുത്. കാരണം അതല്ലാണ്ട് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ഈ ഭൂമിയിലുണ്ട്. വെറുതെ നമ്മൾ റിസ്ക് എടുത്ത് ഒരു ചെറിയൊരു കാഴ്ചയ്ക്ക് വേണ്ടി അങ്ങോട്ട് പോയി അവിടെ പോരെന്ന് പറഞ്ഞിടത്ത് പോയി നമ്മൾ അപകടങ്ങൾ വരുത്തി തീർക്കരുത്. അപ്പം അങ്ങനെയുള്ള റിസ്ക്കുകളൊക്കെ എടുക്കുന്നത് വിവരമില്ലായ്മയാണ്, മണ്ടത്തരമാണ്. കാരണം അതല്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ കാണാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഭൂമിയിൽ ഇഷ്ടം പോലെ കാണാനുണ്ട്, ഇഷ്ടം പോലെ. ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ജീവിക്കുക, അല്ലാതെ റിസ്ക് എടുത്ത് ജീവിക്കുക എന്നുള്ളത് എല്ലായിടത്തും സ്ട്രാറ്റജിക്കലി ചേരണ സാധനമല്ല. നമ്മൾ പോണ വഴികൾ ഇതാണ് മുട്ടിക്കൊയ്പ്പൻ. ആ മരത്തിൻ്റെ പേര് മുട്ടിക്കൊയ്പ്പൻ. അതാണ് മരം. പോവുക, നടക്കുക, ഇതാണ് പോണ വഴികൾ. ഇവിടെ എത്ര 5 മണി കണ്ടേ ഉള്ളൂ ടൈം. നമ്മളതനുസരിച്ച് വേണം നടക്കാനും പോകാനും. ടൈം റൂൾസ് എല്ലാം പാലിക്കുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പാലിക്കാനുള്ളതാണ്. കാട്ടുതീ തടയുക, വന്യജീവികളെയും സംരക്ഷിക്കുക. തീപിടുത്തത്തിന് കാരണമാകുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. തീപ്പെട്ടി സിഗരറ്റ് കാര്യങ്ങളൊന്നും കാട്ടിൽ കത്തിക്കരുത്, വലിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. പക്ക ഓഫ് റോഡിങ് സ്ഥലം കേട്ടോ. അങ്ങനെയൊക്കെ വണ്ടി കയറ്റിവിടെ വന്നോ, ഓഫ് റോഡിങ് വണ്ടി കയറ്റിവിടുകയാണെങ്കിൽ നല്ലായിരുന്നു. ഇങ്ങനത്തെ വഴികളാണ്. നമ്മളിപ്പോൾ ഓഫ് റോഡിങ് കമ്പം പിടിച്ചേക്കാണല്ലോ. എന്താ ഇങ്ങനത്തെ സ്ഥലമാണ് ഇത്. കണ്ടല്ല, പുഴയിൽ ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു. കാരണം ഇവിടെ ഒഴുക്ക് കൂടുതലാണ്. 24 പേരെടുത്ത് മരിച്ചാൽ വന്നിട്ട് ഫോം പിടിച്ചു നടക്കുന്ന സ്ഥലം കാണാൻ വന്നതല്ല. ചുമ്മാ ഫോം പിടിക്കാൻ വന്നത്. വീട്ടിൽ നിന്ന് ഫോം പിടിച്ചാൽ പോരാ. നല്ല ഒഴുക്കുണ്ടെന്നാണ്. ബെഗർ ഐഫോൺ. ചില സമയത്ത് ഈ പാരട്ട ഫോൺ വർക്കില്ല, ക്യാമറ വർക്കില്ല. അപ്ഡേറ്റ് ആളെ തെണ്ടി. ഐഫോണിന്റെ അപ്ഡേറ്റ് തരാണ്ട് ഐഫോൺ 18.2 തന്നെ. അതെ, എന്റെ ചെയ്തു 18.1 ചെയ്തു, 18.2 വേണം. ചില സമയത്ത് ക്യാമറ വർക്കില്ല. മറ്റേ സ്വീറ്റ് ഭക്തം പറഞ്ഞാൽ ശരിയാ, ഇടയ്ക്കൊരു സ്റ്റക്ക് അങ്ങോട്ട് വരും, പിന്നെ അതുകൊണ്ട് മൊത്തം സ്റ്റക്കാ. പിന്നെ അതുകൊണ്ട് നമുക്ക് വാല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങളൊന്നും കിട്ടില്ല. തോട്ടപ്പുഴു. ആ, പച്ചട്ടല്ല, തോട്ടപ്പുഴു. നിന്റെ പണ്ടത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു ഇവിടെ വന്ന്. അപ്പാപ്പൻ കമോൺ. ആ പറ. എന്റെ പ്രേക്ഷകർക്ക് കേൾക്കാൻ കൊതിയാണു. പ്രേക്ഷകർക്ക് കേൾക്കാൻ വേണ്ടി പറ. പ്രേക്ഷകരെ ഇതാക്കരുത്, എന്റെ സബ്സ്ക്രൈബേഴ്സിനെ നീ കളിയാക്കരുത്. അതെനിക്ക് ഇഷ്ടപ്പെടില്ല. ഇവിടെ ഇട്ടുണ്ടോ, ഞാൻ കൊണ്ടുപോലേ. ഞാൻ മറ്റേ കഥകളൊക്കെ പറയും. അപ്പുറന്ന് പറക്കിയെടുത്ത കാര്യങ്ങളൊക്കെ പറയും. കൊടുങ്കാട്ടി കൂടി. പക്ഷെ സർക്കാരുടെ ഫീസ് തന്നെ കേട്ടോ. സർക്കാരിലേക്കുള്ള വരുമാനമാണ്, എന്നാലും കുഴപ്പമില്ല. കൊടുങ്കാടെന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട്. കാടാണ്, ലിറ്ററലി കാടാണ്. പക്ഷെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടത് നമ്മൾ മാത്രമല്ല, ഫ്രണ്ടിലൊരു ചേട്ടൻ പോകുന്നുണ്ട്. എന്തോ വർക്കിംഗ് ഫോർമൽസ് ഡ്രസ്സൊക്കെ ഇട്ടതാണ് പുള്ളി. നമ്മൾ എന്താ ഫുൾ നമ്മളിങ്ങനെ ലോക്കൽ സെറ്റപ്പിൽ കാറ്റ് കയറുന്ന മുണ്ടും കംഫർട്ടായിട്ടുള്ള ഡ്രസ്സിലും ഫ്രഷ് എയർ, ഫ്രഷ് കാട്. പക്ഷെ ചെറിയൊരു ജലദോഷത്തിന് തുറക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. സൈഡിൽ കൂടി ഇങ്ങനെ കളകളാരം ഒഴുകുന്ന അരുവികളുടെ ഒച്ചയും അരുവികൾ കാണിച്ചു. സൈഡിലും ഫുൾ അരുവികൾ, ഫുൾ അരുവിയും ഫുൾ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. അതല്ല, ഫുൾ അരുവി ഫുള്ള്. നിങ്ങൾ എന്തിനാ വീട്ടിലിരിക്കണേ? ഇറങ്ങ് 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 ഇറങ്ങി സ്ഥലം കാണ്, ഇറങ്ങി സ്ഥലം കാണ്. നമുക്ക് പ്രായമായിട്ട് നമുക്ക് ഇരിപ്പായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും നടക്കൂല. ഇരിപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും കാണൽ നടക്കൂല. നമുക്ക്
പിന്നെ ഈ ഓർമ്മകൾ അയവിറക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അയവിറക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെറുപ്പമുള്ള സമയത്ത് നിങ്ങൾ ഓർമ്മകൾ ഉണ്ടാക്കണം. ചെറിയ പ്രായത്തിൽ, നമ്മളെ കൊണ്ട് പറ്റണ പ്രായത്തിൽ. ചെറിയ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50-60 വയസ്സൊക്കെ പ്രായം കേട്ടോ, ചെറിയ പ്രായമാണ്. അപ്പോൾ നിങ്ങൾ പ്രായം നിങ്ങൾ ചിന്തിക്കണ്ട. കഥ പണ്ടത്തെ കഥ എന്താ പറഞ്ഞ. അപ്പം വരിക, ഇറങ്ങുക, തൊട്ടടുത്തുള്ള സ്ഥലങ്ങളെല്ലാം കാണാനുള്ളതെല്ലാം കാണാം. എൻ്റെ ഒന്നും ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനെ ഒരുപാടൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടൊന്നുമില്ല. എനിക്കൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ലിമിറ്റേഷൻസ് എല്ലാം ബ്രേക്ക് ചെയ്യാൻ എൻ്റെ സ്വന്തമായിട്ട് സമ്പാദിച്ചു തുടങ്ങിയ ശേഷമാണ്. അപ്പം നിങ്ങളും സ്വന്തമായിട്ട് സമ്പാദിക്കുക, ബ്രേക്ക് ചെയ്യുക, സ്ഥലങ്ങൾ കാണുക, ലൈഫ് എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഒരു ഹാപ്പി സോളായിട്ട് ജീവിക്കുക. അവൻ എന്തെടുക്കണമെന്ന് അവൻ തന്നെ അറിയില്ല, പക്ഷെ അവനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ചെറുപ്പം പോലെ എനിക്ക് ഇവനെ അറിയാവുന്നതാണ്. പുള്ളി ഇങ്ങനത്തെ കാടും മലയൊക്കെ കയറുമ്പോഴും എവിടെ കയറിയാലും പുള്ളി ഇങ്ങനെ, ഞാൻ ആ ക്യാമറ കണ്ണിൽ കാണിച്ചു തരാം. പുള്ളി എന്തെടുത്തത് എനിക്കറിയാൻ പാടില്ല. ഇതാണ് പുള്ളി കണ്ടത്. കൊള്ളാലേ, അതിനൊരു ഭംഗിയുണ്ട്. അവനെടുക്കുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. കാണിച്ചു തരാം, ഫോട്ടോ കാണിച്ചു തരാം. പണ്ട് പോലെ ഫോട്ടോഗ്രാഫറാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇതിൻ്റെ ആയിരുന്നടാ, മറ്റേ ഇങ്ങനെയുള്ള ടോർച്ച് പോലത്തെ ഒരു പ്രൊജക്ടർ ലാമ്പുള്ളൊരു ഫോൺ ഉണ്ടായിരുന്നില്ല, സാംസങ്ങിൻ്റെ 40,000 രൂപ. 2010 ആ സമയത്ത്, 10-11 ആ കാലഘട്ടത്തിൽ, മാക്സിമം 12, അത്ര ആയിട്ടില്ല, 12 അത്രയും ആ കാലഘട്ടത്തിൽ സാംസങ്ങിൻ്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു, പ്രൊജക്ടറുള്ള. അതായത് അന്ന് അതിന് ഏകദേശം ഒരു 40-45 രൂപ വിലയുണ്ട്. ഞാൻ അന്ന് 10 പഠിക്കുന്നു, 9-10 പഠിക്കുന്നു. ഇവൻ ചിലപ്പോൾ +2 പഠിക്കാനുള്ള പ്രായം, അത്രേ ഉള്ളൂ. ചെറുക്കൻ അന്നും പണിക്ക് പോകുന്നുണ്ട്. അന്നേ പണിക്ക് പോയി. അന്ന് പുള്ളിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മൊബൈൽ, ഫോട്ടോഗ്രാഫി പുള്ളി ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളിക്ക് ക്യാമറ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇന്നിങ്ങനെ വീഡിയോ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നതാണ്. കാരണം പുള്ളിക്ക് അത് ഇഷ്ടമാണ്. പുള്ളി ഇന്ന് പണിക്ക് പോയില്ല, ഞാനൊന്നും പണിക്ക് പോയില്ല. ഇറങ്ങി വന്ന് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യണം. അപ്പോൾ പറഞ്ഞു വന്നത് അവൻ്റെ ഫോട്ടോഗ്രാഫി പാഷൻ. പുള്ളി അത് ഫോളോ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഇത്രയും വർഷമായിട്ടും ഞാൻ കളിയാക്കാറുണ്ട് ഈ പുല്ലും കാടൊക്കെ എടുത്തിട്ട് എന്താ കാര്യം. പക്ഷേ എനിക്ക് ഇന്നത് മനസ്സിലാവണത്, കണക്ട് ചെയ്യണത്. കാരണം അവൻ്റെ ഇഷ്ടം അതാണ്, അവൻ്റെ പാഷൻ അതാണ്. ഞാൻ എൻ്റെ പാഷൻ കണ്ടുപിടിച്ച പോലെ അവൻ്റെ പാഷൻ അവൻ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. കേട്ടാ അടുത്ത് വെള്ളച്ചാട്ടമുണ്ട്, തൊട്ടടുത്ത് വെള്ളച്ചാട്ടമുണ്ട്. ഇത് നമ്മൾ നടന്നു പോകണം വെള്ളച്ചാട്ടത്തിന് കൂടെ കാണിച്ചു തരാം. പാറയമേ പായല് ഫോട്ടോ എടുക്കാൻ പൊക്കി വിട്ടപ്പോൾ ചെറുക്കൻ ഒരുപാട് പൊങ്ങി പോകേണ്ട സംശയം. മണ്ണേ നമ്പി മരമിരിപ്പൂ. കൊമ്മങ്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് പോണ വഴി. നമ്മൾ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടാ, വെള്ളച്ചാട്ടം കാണിച്ചു തരാം. ഇവിടെ അപായ ബോർഡുണ്ടെന്ന് പറഞ്ഞാൽ ശരി, പക്ഷേ ഇവിടെ ഒന്നും കാണില്ല കേട്ടോ. എവിടെ ഇറങ്ങാവുന്ന ഒരു ഐഡിയ അല്ല. അവിടേക്ക് പോയിരുന്നു കാണിച്ചിട്ടുണ്ട്, അവനവിടെ പോയി നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പോകാവുന്നതാണ്, ഇവിടെയൊക്കെ വഴിയുള്ളതാണ്. ഇവിടെയൊക്കെ പോകാൻ പാടില്ലാത്ത ബോർഡ്, സൈൻ ബോർഡ് ഇവിടെ ഇല്ല. അവിടെ എഴുതിയിട്ടുണ്ട് വെള്ളത്തിൽ ഇറങ്ങരുത്. നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാനുള്ള കാര്യം തന്നെയാണ്. 2009-10 കാലഘട്ടത്തിൽ എൻ്റെ ബൈക്കില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. പുറത്തിറങ്ങി എൻ്റെ ആയാലും കൂട്ടന്മാരോടാണ് പോകാനായിട്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കമ്പനിക്കാരെല്ലാവരോട് ചേർന്ന് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഒരു 9 ബൈക്ക് എല്ലാവരോട് ചേർന്നിട്ട് തൊമ്മങ്കുത്ത് പോകുന്നവരാണ്. തൊമ്മങ്കുത്ത് വെള്ളച്ചാട്ടത്തിൽ വെള്ളം കാണാൻ. അപ്പോൾ അന്ന് ഒരു സ്റ്റേയും പറയുന്നുണ്ട്, അന്ന് അവർ സ്റ്റേ ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ പൊക്കളാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് 9 ബൈക്കിൽ 18 പേരുണ്ട്, ഞാൻ ഒരാൾ ഒറ്റയ്ക്ക്. എൻ്റെ ബൈക്കില്ല, ട്രിപ്പിൾ സ്വിച്ച് പോകാൻ പറ്റില്ല. ഞാനന്ന് കാണാതിരുന്ന ആ തൊമ്മങ്കുത്ത് വെള്ളച്ചാട്ടമാണ് എനിക്ക് കാണുന്നത്. നീണ്ട ഇത്രയും വർഷം, ഇപ്പം എത്രയും 14 വർഷം എടുത്തു ഞാൻ ഈ വെള്ളച്ചാട്ടം ഒന്ന് കാണാൻ. ഞാൻ ഇന്ന് ഒറ്റയ്ക്ക്, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ഒറ്റയ്ക്കല്ല എന്നാലും ഒറ്റയ്ക്ക് വന്ന പോലെയാണ്. 14 വർഷത്തിന് ശേഷം അന്ന് എനിക്ക് കാണാതെ പോയ, അന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എനിക്ക് കാണാൻ പറ്റാതിരുന്ന ആ വെള്ളച്ചാട്ടം, തൊമ്മങ്കുത്ത് വെള്ളച്ചാട്ടം. ഇതാണ്.
അന്ന് ഈ പറഞ്ഞ പോലെ ആരുടെയും കുറ്റം കൊണ്ടല്ല. കാരണം ട്രിപ്പിൾസ് വെച്ച് ഇത്രയും ദൂരം പോക്ക് കിടക്കില്ല. പിന്നെ ലിറ്ററലി 9 ബൈക്ക് 8 9 ബൈക്ക് കണ്ടുള്ളൂ. അത്രയും ബൈക്ക്. കാർ ആരെങ്കിലും ഇല്ല, എല്ലാവരും ബൈക്കുള്ളൂ. ആ ബൈക്കിൽ എല്ലാവരും ഡബിൾസ് വെച്ച് ഹെൽമെറ്റൊക്കെ വെച്ച് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ബൈക്ക് എടുക്കാൻ ആരെങ്കിലും ഇല്ല. എൻ്റെലും ബൈക്കില്ല, ഞാൻ വീട്ടിലും ഇരുന്ന്. ബാക്കി എല്ലാവരും കൂടി പോര്. എനിക്കൊരു 8 9 ബൈക്ക് ഉണ്ടായി. അപ്പോൾ അത്രയും എല്ലാത്തിനും ഡബിൾസാണ്. അങ്ങനെ അന്ന് എനിക്ക് കാണാൻ പറ്റുന്ന. അന്ന് വേറെ വഴി ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇന്ന് കാണുന്നു. ഇതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇതിനെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മളൊരു കാര്യം നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ഈ പ്രപഞ്ചം അത് എന്തെങ്കിലും ഒരു ദിവസം നമുക്കത് സാധിച്ചു തരും. എന്തെങ്കിലും ഒരു ദിവസം സാക്ഷാത്കരിച്ച് തരും. നമ്മൾ വിട്ടുപോയാലും നമ്മൾ അവിടെ എത്തുമ്പോൾ, ആ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കത് ഓർമ്മ ഉണ്ടാവും, ഇങ്ങനൊരു സംഭവം ഒന്നുണ്ടായിരുന്നല്ലോ എന്ന്. അപ്പോൾ അതാണ് ലൈഫ്, അതാണ് ജീവിതം. നമ്മളൊരു കാര്യം നമുക്ക് അന്ന് പറ്റിയില്ല, നമുക്കന്ന് വിഷമത്തിൽ നമുക്ക് കാണാൻ പറ്റിയില്ല, പോകാൻ പറ്റിയില്ല, നമുക്ക് അന്ന് അത്ര വിഷമം ഉണ്ടായി. പിന്നീട് നമ്മളത് കാര്യം മറന്നു. പക്ഷേ ഇത്രയും നാളുകൾക്ക് ശേഷം ഇന്നിവിടെ വന്നപ്പോൾ ഞാൻ ആ കാര്യം ഓർത്തു. വെള്ളച്ചാട്ടം വീണ്ടും നടത്താൻ ആരംഭിച്ചു. നടക്കുക, സ്ഥലങ്ങൾ കാണാം, കാട്ടിക്കൂടെ നടക്കുക, സ്ഥലങ്ങൾ കാണാം, വെള്ളച്ചാട്ടം കാണാം, ഫ്രഷ് എയർ ശ്വസിക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. ഇവിടെ ഉണ്ട് കേട്ടോ, അപായ സിഗ്നലുണ്ട്, ആരും പുഴയിൽ ഇറങ്ങരുത്. വെള്ളച്ചാട്ടം ആ സൈഡിൽ വെള്ളച്ചാട്ടം. നമ്മളിങ്ങോട്ട് നടന്ന് വീണ്ടും മുകളിലേക്ക് കയറണം. എനിക്കറിയില്ല, അങ്ങോട്ട് പോകാൻ ഒരു വഴി, നടവഴിയാണുണ്ട്. ഇവിടെ ഒരു ഏറുമാടുണ്ട്, പക്ഷേ അതിനകത്ത് കയറലുമില്ല, ഇടിഞ്ഞ് പൊളിഞ്ഞ് പപ്പട അവസ്ഥയാണ്. അല്ലെങ്കിൽ അവിടെ കയറുന്നിരുന്നെങ്കിൽ അക്രമ വ്യൂ ആയിരുന്നു തന്നെ. അങ്ങോട്ട് പോകാന്ന് പറയുന്നുണ്ട്, പോകാൻ എന്തായാലും അവിടെ പോകാം. അവിടെ ആളുണ്ട്, അവിടെ ആളിപ്പുണ്ട്. വെള്ളച്ചാട്ടം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ അധികം എഡിറ്റൊന്നും ചെയ്യണില്ല. കാരണം എഡിറ്റ് ചെയ്യാൻ അറിയില്ല, ലിറ്ററലി അറിയില്ല. പിന്നത്തെ കാര്യം വെച്ചാൽ, ഞാൻ എന്ത് കാണണോ അതിൻ്റെ റോ ഫൂട്ടേജ് തന്നെ നിങ്ങൾ കാണുമ്പോഴാണ് എനിക്കും ഒരു സന്തോഷം, നിങ്ങൾ കാണുമ്പോഴും എനിക്കൊരു സന്തോഷം. എനിക്ക് നാളെ ഒരിക്കൽ എടുത്ത് നോക്കുമ്പോഴും അത് എഡിറ്റ് ചെയ്ത് കളർ കൂട്ടി കളർ ഗ്രേഡ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാതെ അങ്ങനെ തന്നെ ഇടുമ്പോൾ എനിക്കും ഒരു സന്തോഷം. ഞാൻ എന്ത് കണ്ടോ, ഞാൻ എന്ത് എടുത്തോ, അല്ലെങ്കിൽ ഞാൻ എന്ത് ക്യാപ്ചർ ചെയ്തോ, അത് നിങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ആ സാധനം വീഡിയോയിൽ ഇടുമ്പോൾ, റോ ആയിട്ട് ഇടുമ്പോൾ അതൊന്ന് വേറെ തന്നെ ഫീലാണ്. ആൾക്കാരെല്ലാവരും എഡിറ്റ് ചെയ്ത് ഒരുപാട് കളറൊക്കെ ഇട്ട് കളർ ഗ്രേഡൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് കുറേ പേര് ചെയ്യണവരുണ്ടാവും. പക്ഷേ എൻ്റെ ഫൂട്ടേജിലൊന്നും അങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പേഴ്സണലി എനിക്ക് താല്പര്യമില്ല. അതിന് മെയിൻ കാരണം എനിക്കറിയില്ല. അതുകൊണ്ടാണ്. നാളെ ഒരിക്കലും പഠിച്ച് ചെയ്താൽ എനിക്കറിയില്ല, അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ചെയ്യണതിന് ഒരു പ്രത്യേക സുഖമുണ്ട്. ജസ്റ്റ് വീഡിയോ എടുക്കുക, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കട്ട് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, ഇടുക. വേറെ യാതൊരു എഡിറ്റിങ്ങും ഇല്ലാതെ കട്ടും പേസ്റ്റും മാത്രം മതി. അത് നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, അത് മാത്രം മതി എൻ്റെ കയ്യിൽ. അങ്ങനെ വീണ്ടും നമ്മൾ കാട്ടിക്കൂടെ നടന്ന് ഒരു കുറച്ചുകൂടെ പോവാം. ഞങ്ങൾ അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്തല്ല, ആ ഇതിൻ്റെ അവിടെ വെച്ച് മഴ സമയത്ത് അങ്ങനെ പോടാ. ചേട്ടൻ പറഞ്ഞത് കേട്ടല്ല, മുകളിൽ ചെല്ലുക, ഒരു ഷെഡുണ്ട്, ആ ഷെഡിൻ്റെ അവിടെ വരെ പോകാൻ പാടുള്ളൂ. അവിടെ ചെല്ലുക, അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്, അത് കാണുക, തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും നമ്മുടെ പ്ലാനിലില്ല, വേറെ ഒന്നുമില്ല. അതിന് അപ്പുറത്തോട്ടും ഇല്ല, ഇപ്പുറത്തോട്ടും ഇല്ല, അങ്ങോട്ടും ഇല്ല. കാരണം 24 പേര് മരിച്ച സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടുത്തെ റൂൾസ് റെഗുലേഷൻസ് എല്ലാം പക്കയായിട്ട് പാലിച്ചു വേണം പോകാനായിട്ട്. ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങാൻ പാടില്ല. വൻ റിസ്ക്കുള്ള ഏരിയയാണ്. കാരണം ഞാൻ അപ്പുറത്തിറങ്ങിയപ്പോൾ തന്നെ, അതായത് ആനയടിക്കുത്ത് ഇറങ്ങിയപ്പോൾ തന്നെ അന്യ വഴുക്കലായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ചവിട്ടണ പോലെയല്ല ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒഴുക്കും കൂടി കൂടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണ പോലെ അല്ല വരിക, തോന്നിയ പോലെ നടക്കും. അപ്പോൾ കരയപ്പുറത്ത് നിന്ന് കാണുക, കാഴ്ചകൾ കാണാൻ ആസ്വദിക്കുക.
പുള്ളി ഒന്ന് പ്രോത്സാഹിപ്പിച്ചതാ. അല്ലട്ടാ, അങ്ങനെ അല്ലട്ടാ, പുള്ളി വണ്ടുപോലെ തന്നെയാണ്. കാരണം നമ്മൾ അതിർത്തി എത്തി, ലാസ്റ്റ് പോയിന്റ് എത്തി. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ നിലവിൽ 2024 അലൗഡായിട്ടുള്ള ലാസ്റ്റ് പോയിന്റ്. നല്ല വഴുക്കലുണ്ട്, ചെരുപ്പ് ഇത്തിരി പഴയതാണ്, സൂക്ഷിച്ചു വേണം പോകാൻ, ഒട്ടും ഗ്രിപ്പില്ല. ഇതാണ് നിലവിൽ പറഞ്ഞ ഷെഡ്. ഈ ഷെഡ് വരെ പോവാം. ഇതാണ് ചെറിയ ചാട്ടം. ഇവിടെ അങ്ങോട്ട് ഇനിയും വഴിയുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാൻ പാടില്ല. റൂൾസ് പ്രകാരം തെറ്റാണ്. അങ്ങോട്ട് വഴിയുണ്ട്, നടച്ചാലുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാൻ പാടില്ല. ഈ നിമിഷം ആസ്വദിക്കൂ, ഈ നിമിഷം എൻജോയ് ചെയ്യൂ. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി നമ്മൾ ട്രക്കിങ്ങിന് വരുമ്പോൾ ഒരു ഷൂ എന്തായാലും ഞാൻ ഇടും. ഷൂ എന്തായാലും ഗ്യാരണ്ടി ഇടും. കാരണം ഈ ചെരുപ്പിന് ഗ്രിപ്പില്ല. അപ്പോൾ അത് കാരണം ഭയങ്കര പ്രശ്നമാണ്. ട്രക്കിങ്ങിന് ഷൂ മസ്റ്റാണ്. സാധാ ഷൂ ആയാലും മതി, ഷൂ എന്തായാലും ഇടും. വയസ്സ് 30 പക്ഷെ ഞാൻ വയസ്സിന് തോപ്പിക്കും. നാളെ എൻ്റെ പേരക്കിടാവിൻ്റെ എൻ്റെ മോൻ വീഡിയോ ഇട്ടിട്ട് പറയണം എൻ്റെ അപ്പൂപ്പനൊരു പ്രാന്തനായിരുന്നു, വലിയപ്പൂപ്പനൊരു പ്രാന്തനായിരുന്നു. കണ്ടില്ലെങ്കിൽ കണ്ടാൽ കുഴപ്പമില്ല. ഞാൻ കാണണ്ടല്ലോ, ഞാൻ ഈ കാണണ്ടല്ലോ. എന്തൊക്കെയോ പറയേണ്ടതല്ലേ, ലിറ്ററലി ഹാപ്പിയാണ്. അതുകൊണ്ടാണ് മരം കാണിച്ചിട്ടോ നോക്കി. എന്റെ പൊന്നോ, നിഴലറിയാതെ നിറമണിയും ഒരു പിടിക്കനവിലായി നിൻമുഖം, മനമറിയാതെ നിലവുകളിൽ ഇരവിലെ കുളിരു പോൽ നീ വരും. ഇനിയൊരു ജന്മമേൽ മനസ്സിലായി ചേരുമോ, ചിരിമഴയുമായി പുലരൊളിയുമായി വീണ്ടും. എന്ത് വരുമ്പണ്ടാ മര, ഒരു മരം അവിടെ വീണി നിറപ്പുണ്ട്. വെള്ളത്തിൽ ഇറങ്ങരുതിട്ടാ, കരയപ്പുറത്ത് നിന്നായി. അട്ട ഉണ്ട്, അട്ട കാണുമ്പോ വലിയ താഴ്ച ഒഴുക്കൊന്നുമില്ല.
ഈ മരത്തുമ്മേ കൂടി കയറി ആ മരത്തുമ്മ കൂടി കയറി അപ്പുറത്തോ. നറുമഴ പോലെ ചെറുചിരിയായി ഇനി അവളകലെ മായും ദിനം വഴിയറിയാതെ നനയുകയായി ഒരു പിടിക്കനലിലാടും മനം. പൂർവ്വത്തിലിടാൻ വേണ്ടി കല്ല് ഉറക്കി എടുക്കണം പുള്ളി. പുള്ളി ആരോടും പറയരുത്, ഒരാൾ പറയരുതെന്ന് പറഞ്ഞ. എന്താ നോക്കണേ? എന്താ വെറുതെ എന്താ നോക്കണേ? 5 മണി ഇറങ്ങാം, 5 മണിയുടെ സമയമുള്ളൂ. ആൾക്കാരെ അങ്ങോട്ട് പോയിട്ടുണ്ട്, എന്നാലും നമ്മൾ നിയമം പാലിക്കുന്ന ശരി. ഇതാണ് വാട്ടർഫാളിന്റെ ഏറ്റവും എൻഡ്. ഇനി ഇവിടുന്ന് താഴേക്ക് അങ്ങോട്ട് ഒഴുകി പോവാം. പുതുമഴ തരും നീ സുഖം പോരൂ തിരിതാഴുമൊഴി തൊമ്മൂത്ത് പാലം, ഇതൊക്കെ തൊമ്മൂത്ത് പാലം.